കോഴിക്കോട്ടെ ചുവപ്പുകോട്ട തകർക്കാൻ ഒരുങ്ങി UDFും BJPയും. കോർപ്പറേഷനിൽ 4.5 പതിറ്റാണ്ടായും ജില്ലാ പഞ്ചായത്തിൽ 3 പതിറ്റാണ്ടായും തുടരുന്ന ഇടതുപക്ഷ ഭരണം ഇത്തവണ അട്ടിമറിക്കുമെന്നാണ് ഇരു മുന്നണികളുടെയും വാദം. അതേസമയം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് LDFിന്റെ മറുപടി. ഇത്തവണയും ഉജ്ജ്വല വിജയം നേടി കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം തുടർച്ചയായി 50-ാം വർഷ റെക്കോർഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് LDF. 3 പതിറ്റാണ്ടായി ജില്ലാ പഞ്ചായത്ത് ഭരണവും തങ്ങളുടെ കൈകളിലാണെന്ന ആത്മവിശ്വാസവും LDFിനുണ്ട്. കൂടാതെ 10 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 3 നഗരസഭകൾ, 42 പഞ്ചായത്തുകൾ എന്നിവ ഭരിക്കുന്നതും LDF ആണ്. 4 നഗരസഭകളും 28 പഞ്ചായത്തുകളും 2 ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് UDFിനുള്ളത്. കോർപ്പറേഷനിൽ 7 വാർഡുകളും ചില പഞ്ചായത്ത് വാർഡുകളുമാണ് BJPയുടെ കൈവശമുള്ളത്. എല്ലാ തവണത്തെയും അപേക്ഷിച്ച് കോഴിക്കോട് ഇത്തവണ തീ പാറുന്ന പോരാട്ടം നടക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വികസനവും വാർഡ് വിഭജനവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും വെൽഫെയർ പാർട്ടി ബന്ധവും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ പ്രതിസന്ധികളുമെല്ലാം കോഴിക്കോട് ചർച്ചാ വിഷയങ്ങളാണ്. കോർപ്പറേഷൻ ഭരണത്തിൽ ഇത്തവണ UDFും BJPയും വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത്തവണ ചരിത്രത്തില്ലാത്ത വിജയം ഈ ജില്ലയിൽ UDF നേടും. 48 വർഷക്കാലം കോഴിക്കോട്ട് നഗരത്തിൽ, പ്രത്യേകിച്ച് ജില്ലയിലാകമാനം തന്നെ വികസനം അന്യമാക്കിയിട്ടുള്ള LDF ഈ നഗരസഭയിൽ അപ്രസക്തമാകും, തകർന്ന തരിപ്പണമാകും. സമാനമാണ് UDFിന്റെയും അവസ്ഥ. എന്നാൽ ഇത്തവണയും വമ്പിച്ച ഭൂരിപക്ഷം കിട്ടുമെന്നതിൽ LDFിന് ഒരു സംശയവുമില്ല. വമ്പിച്ച വിജയം ഈ ജില്ലക്കകത്തു സംസ്ഥാനത്തുടനീളം നേടുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനം ഉറപ്പിക്കുകയല്ല, സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മീഞ്ചന്ത വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദാണ് LDFിന്റെ മേയർ സ്ഥാനാർത്ഥി. UDF ഭരണം കൈക്കലാക്കിയാൽ പാറപ്പടി വാർഡ് സ്ഥാനാർത്ഥിയും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PM നിയാസിനും, BJP ആണെങ്കിൽ കാരപ്പറമ്പ് വാർഡ് സ്ഥാനാർത്ഥിയും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസിനുമാണ് സാധ്യത. അമൃത ന്യൂസ്, കോഴിക്കോട്.